നോക്കടാ നെറ്റാണല്ലേ. കമന്റ്സ് നോക്ക് കേട്ടോ. എന്നെ കാണുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഇന്നിച്ചിരി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ആരെല്ലാം ജോയിൻ ആയിട്ടുണ്ട്? ഓക്കെ. ഗൗരി വിനയ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. രതീഷ് ചേട്ടൻ ഇന്ന് ലൈവായിട്ട് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് സംസാരിക്കണേ. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ഓഡിബിൾ ആണെന്നൊന്ന് ടൈപ്പ് ചെയ്യേ. ലൈവിൽ വന്ന ആൾക്കാർ കുറച്ച് ഉറക്കെ സംസാരിക്കും. ആരെയും കമന്റ്സ് നോക്കൂ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ കറക്റ്റ് നമുക്ക് 5:03 സ്റ്റാർട്ട് ചെയ്യാം. എത്ര ഓക്കെ. ഹായ് പറയുമ്പോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹായ് വേവില് എത്ര ആൾക്കാർ വന്നു? 7. ഇതിലോ? രതീഷ് ചേട്ടനിലോ? 2. അപ്പം 5:03 നമുക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ചില്ലറ കേസിന്റെ ഫസ്റ്റ് സീസൺ 4th എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. രതീഷ് ചേട്ടനാണ്. രതീഷ് ചേട്ടൻ ഇന്ന് സാധാരണ പോലെയല്ല, സാധാരണ പോർട്രേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് ലാൻഡ്സ്കേപ്പിൽ മൊബൈൽ പിടിക്കാൻ ഇയർഫോണൊക്കെ കുത്തിക്കോളും. സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? അപ്പോ നമ്മള് വൈകിപ്പിക്കുന്നില്ല, നമ്മള് കാര്യങ്ങളിലേക്ക് എടുക്കും. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ രതീഷ് ചേട്ടൻ പലർക്കും അറിയാം, പക്ഷെ അറിയുന്ന ആൾക്കാർക്ക് അറിയില്ല രതീഷ് ചേട്ടന്റെ ഉള്ളിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് തന്നെ പൊക്കി അടിക്കല്ലോ സത്യം പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ രതീഷ് ചേട്ടനെ പറ്റിയിട്ട് ആരാണ് രതീഷ് ചേട്ടൻ? അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ആരാണ് രതീഷ് ചേട്ടൻ കുറഞ്ഞ വാക്കിലൊന്ന് പറഞ്ഞെടുക്കോ രതീഷ് ചേട്ടാ? പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലെങ്കിലും ചില മേഖലകളിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ഇല്ലെങ്കിലും ചില മേഖലകളിൽ ചെറിയൊരു സിഗ്നേച്ചർ വരുത്തിക്കാൻ വേണ്ടി ഈ ചെറിയ കാര്യങ്ങളിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഓക്കെ. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ലൈക്ക് കോൺഫിഡന്റ് ആണ്. താങ്കൾ കോൺഫിഡന്റ് ആണ്. ഇപ്പൊ എന്താണ് രതീഷ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണ്? ഞാൻ നിലവില് മറ്റേ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നാഷണൽ വൈഡ് ആയിട്ട് നാക്കോയുടെ കീഴിൽ നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ ജില്ലയിലെ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്ന നിലവിൽ കാഞ്ഞങ്ങാടാണ് ഞങ്ങളുടെ പ്രൊജക്ട് ഓഫീസ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ല മൊത്തം അതിന്റെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ സജീവമായിട്ട് എയ്ഡ്സിനെ കുറിച്ചൊന്നും ചർച്ചകളൊന്നും കേൾക്കാതെ നമ്മുടെ വലിയ രീതിയിൽ എയ്ഡ്സ് സ്പ്രെഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അവയർനെസ് തീരെ എത്തുന്നില്ല. യെസ്. അപ്പൊ മുമ്പ് വളരെ നല്ല രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ മറക്കലെ കോണ്ടം നല്ലതിലെന്ന പോലുള്ള അങ്ങനെ ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ പോകുന്നുണ്ട് തന്നെ. ആ രീതിയിൽ നല്ലൊരു അവയർനെസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകളുടെ ചിന്താഗതി ആ മേഖലയ്ക്ക് ഒരു ഏകദേശം അസ്ഥിരപ്പെട്ട് നിൽക്കുന്നതുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ നിലവിൽ ഒരുപാട് കേസുകളും ദിനംപ്രതി ആ മേഖലയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. HIV പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്കറിയാം പ്രധാനമായിട്ടും ഈ പറയുന്ന സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ നമ്മുടെ HIV AIDS ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു 90% അധികം HIV സ്പ്രെഡ് ആവുന്ന ആ ഒരു മേഖലയിലൂടെയാണ്. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണക്കാരായിട്ടുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട്.
കോർ ഗ്രൂപ്പുകൾ എന്നാണ് നമ്മുടെ ഇതിൽ അതിനെ പറയുക. ഒന്ന് ഈ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്, അതുപോലെ തന്നെ മെൻ ഹാവിംഗ് സെക്സ് വിത്ത് മെൻ, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ ഒരു കുറച്ച് വിഭാഗം ആളുകളിലൂടെ പ്രധാനമായിട്ടും HIV സ്പ്രെഡ് ചെയ്തേക്കാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രൊജക്ടുകൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നുണ്ട് സെക്സിന്റെ കീഴിൽ. അപ്പൊ അതിന്റെ ഇതിൽ നമ്മുടെ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിൽ HIV പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പാൻടെക് എന്ന് പറയുന്നത് അതിന്റെ ഓർഗനൈസേഷൻ? യെസ്, അത് പാൻടെക് എന്നുള്ള ജില്ലയിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു NGO-യിലാണ്. യെസ്, അവരാണ് അത് കാസർഗോഡ് ജില്ലയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഫീമെയിൽ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ മൈഗ്രൻസിന്റെ ഇടയിലും നല്ല രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പാൻടെക്കിന് കഴിയുന്നുണ്ട്. ആസ് എ സോഷ്യൽ വർക്ക് എന്തുകൊണ്ട് ഒരുപാട് ഫീൽഡ് ഉണ്ട് സോഷ്യൽ വർക്കിൽ. അപ്പം എനിക്ക് ഞാൻ അറിയുന്ന ആൾക്കാരിൽ വളരെ വിരളമായ ആൾക്കാർ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫീൽഡ് താങ്കൾ തെരഞ്ഞെടുക്കാനുള്ള ഒരു മോട്ടിവേറ്റ് എന്തായിരുന്നു? ഈ ഒരു ഫീൽഡ് ഈ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നുള്ള മേഖല? ഈ ഒരു പ്രൊഫഷൻ സോഷ്യൽ വർക്ക് അല്ല, ഈ ഒരു സോഷ്യൽ വർക്കിലെ സ്പെസിഫിക് ആയിട്ട്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് 3 വർഷമായി ഇപ്പൊ നിലവിൽ ഈ സുരക്ഷ എന്ന് പറയുന്നുള്ള ഈ HIV പ്രിവെൻഷൻ മേഖലയിൽ 3 വർഷമായിട്ടാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് പല മേഖലകളിൽ ഇങ്ങനെ ഒരു സാധാരണ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യേണ്ട ജോലി ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള അത്രയും തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. പലരും അവരോട് സംസാരിക്കാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് ആ മേഖലയിൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റും എന്ന് ചിന്തിച്ചതിന്റെ പുറത്താണ്. ഉള്ളിൽ തന്നെ വന്നതാണ്. കാരണം സൊസൈറ്റിയിലുള്ള ഒരു നീഡ്, അതായത് നീഡ് വെച്ച് സോഷ്യൽ വർക്കിൽ തന്നെ ഒരുപാട് ഫീൽഡിംഗ് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇപ്പം സഫർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്നിട്ട് ഒരുമിച്ച് അവരെന്തെങ്കിലും അവർക്ക് നേടിക്കൊടുക്കണം എന്നുള്ള ഒരു മോട്ടീവ് ഉള്ളത്. അത് ഞാൻ എന്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് 16ഓളം പേരുള്ള ടീമിനാണ്. 16ഓളം പേര്? 16 പേര്. 18 പേര് നിലവിൽ ആ ടീമിലുണ്ട്. ആ ലീഡ് ചെയ്യുന്ന ടീമിന് അവരുടെ സാലറി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കോണറേറിയത്തിന്റെ പുറത്താണ് ഈ പറയുന്ന ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു അത്രയും ഡെഡിക്കേഷനോട് മാത്രമേ, എന്റെ കാര്യം എന്നല്ല, അതിന്റെ ടീം ആസ് എ ടീം മൊത്തത്തിലുള്ള ടീമും ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഇവാലുവേഷൻ നമുക്ക് ഓരോ 2 വർഷം കൂടുന്ന സമയത്ത് പ്രൊജക്ട് ഇവാലുവേഷൻ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം അതായത് 2 വർഷം കഴിയുമ്പോൾ ഈ 2 വർഷത്തിൽ എന്തെല്ലാം ചെയ്യേണ്ടിയിരുന്നു, ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതെ, കാസർഗോഡ് കേരളത്തിൽ 60 പ്രൊജക്ടുകളുണ്ട്. ഈ ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രൊജക്ടുകൾ എന്നാ പറയും. ആ 60 പ്രൊജക്ടുകളിൽ നമുക്ക് 3ാം സ്ഥാനം കഴിഞ്ഞ ഇവാലുവേഷൻ നമുക്ക് നേടാൻ പറ്റും. കാസർഗോഡ് സുരക്ഷാ പ്രൊജക്ട് നേടാൻ പറ്റും. അപ്പോ വേറെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു സൊസൈറ്റിന്റെ ഇടയിലാണ്, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആൾക്കാരുടെ റെസ്പോൺസ് എന്താണ്? തീർച്ചയായും ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലെ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിൽ HIV പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തുന്നത് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സത്യത്തിൽ സെക്സ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലേ? അത് യൂഷ്വലി ഇപ്പൊ നമ്മള് ഇങ്ങനെ പ്രൊജക്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ ഗവൺമെന്റ് തന്നെ ഇതിനെ പ്രൊമോട്ട് നിങ്ങൾ സെക്സ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യല്ലേ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഒരുപാട് ആളുകൾ നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചവരോട് പറയും, നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മളും കൂടി ഇപ്പൊ ഗവൺമെന്റ് ആ രീതിയിൽ ഒരു ശ്രദ്ധയും നടത്താതെ മാറി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം HIV ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്ധത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഒളിച്ചും പതുങ്ങിയൊക്കെ, അങ്ങനെ ഇപ്പോഴും ഒളിച്ചും പതുങ്ങിയൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ഇതൊക്കെ നടക്കുകയാണെങ്കിൽ കൂടി ഗവൺമെന്റ് ഒരു ഇടപെടൽ, അല്ലെങ്കിൽ കസാക്സൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഇടപെടൽ അവരുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന HIV എന്നുള്ള സംഭവം പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് വളരെ പണിപ്പെടും. പിടിച്ചു കെട്ടാൻ പറ്റുന്ന തന്നെ ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം ഭീകരമായുള്ള രീതിയിൽ പോകും. ഇപ്പൊ ഒരു പരിധി വരെ ഈ പ്രൊജക്ടുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കോർ ഗ്രൂപ്പുകളുടെ ഇടയിൽ ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഈ കുറച്ച് 10 വർഷത്തിനിടയിൽ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതോടെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ സെക്സ് വർക്ക് ലീഗലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് താങ്കളുടെ ഒരു കമന്റ് എന്താണ്? ലീഗലൈസ് അതിനെക്കുറിച്ച് എന്താ പറയുക, ഇപ്പോ അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പറയുന്ന
ഇപ്പൊ നിരോധിച്ചാലും ഒരു യാഥാർത്ഥ്യം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്ത് നിരോധിച്ചാലും അത് പേരായിട്ട് നടക്കുന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ നയപരമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനത്തെ വലിയൊരു പ്രശ്നം തന്നെയാണ്. മനസ്സിലായി. പിന്നെ ഒരുപാട് കേസ് സ്റ്റഡിയും അല്ലെങ്കിൽ ഒരുപാട് പരിചയങ്ങളും ഉണ്ടാവും ഈ ഒരു ഫീൽഡിൽ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ സംസാരത്തിലും പരിചയത്തിലൊക്കെ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ വിമൻസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ സെക്സ് വർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ആൾക്കാർ വരാനുള്ള പ്രചോദനമായിട്ട് ലൈക്ക് അവരുടെ ഒരു മോട്ടീവ് എന്താണ് മെയിൻ ആയിട്ട് ലേഡീസ് ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് മെജോറിറ്റി കേസ്? മെജോറിറ്റിയുടെയും പിന്നെ കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ്. തീർച്ചയായും ദാരിദ്ര്യം തന്നെയാണ്. പല സത്യം പറഞ്ഞാല് ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും കണ്ണ് നിറഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിസ്സഹായനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കത് ആ ഒരു സിസ്റ്റത്തിനെ എത്ര പൊളിച്ചെടുത്ത് നടത്താൻ വേണ്ടി ശ്രമിച്ചാലും പലപ്പോഴും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ദാരിദ്ര്യം കൊണ്ട് ആ മേഖലയിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾക്ക് ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെ ആ മേഖലകളിലേക്ക് എത്തിപ്പെട്ട ആളുകളെ തിരിച്ച് ബിഹേവിയർ ചേഞ്ച് നടത്തിക്കൊണ്ട് മറ്റു മേഖലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ മറ്റു മേഖലകളിലേക്ക് കൊണ്ടുവരാൻ, അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരമാവധി നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ മാറി സഞ്ചരിച്ച ഒരുപാട് ആളുകൾ ഏകദേശം നമുക്കറിയാം. ഒരുപാട് ആളുകളെ നമുക്ക് ഈ മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിലവിൽ ഹിഡനായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവരെ ഈ പറയുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബിഹേവിയർ ചേഞ്ച് എന്നുള്ള ഒരു കൺസെപ്റ്റും ഉണ്ട്. അവരെ സ്വഭാവ വ്യതിയാനം നടത്തുന്നതിനുള്ള ഇടപെടൽ ഈ പറയുന്ന കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിലൊരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള തന്നെയാണ് വിശ്വാസം. അടിപൊളി. ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചു പറഞ്ഞു ഒന്നും ആയിട്ടില്ല. ഒരുപാട് എനിക്ക് തന്നെ ക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ക്ലിയർ അതായത് ചിലർക്കും ഐഡിയ ഉണ്ടാവും എന്താണ് അത് പ്യുവർ ആയിട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്തായുള്ള കാര്യം എനിക്ക് ഭയങ്കര ഷുവറാണ് കാര്യത്തിൽ. കാരണം എനിക്ക് അങ്ങനെ ഒരു എൻലൈറ്റൻഡ് ആയ ഒരു ഫീലാണ് ഇപ്പോൾ. എന്തോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് നമുക്ക് ഒരു സെഷൻ ഉണ്ട്. ലാസ്റ്റ് എനിക്ക് വ്യൂവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ലാസ്റ്റ് ചെയ്യാണ്ടോ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇനി കുറച്ച് ചില്ലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. അപ്പം ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സൊസൈറ്റീസ്, ഒരുപാട് ക്ലബ്സ് ഇപ്പൊ രൂപീകരിക്കുക, പിന്നെ അവർക്ക് അതിനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക, രൂപീകരിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, രൂപീകരിച്ചിട്ട് അതവിടെ ഉണ്ടാവും. എന്ത് ക്ലബ്ബ് എന്ത് കഴിഞ്ഞാൽ അതവിടെ നിലനിൽക്കുന്ന ഒരു ഫോമിലേക്ക് മാറ്റും. അതാണ്. അപ്പൊ ഇതേപോലെ കാസർഗോഡ് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ കാസർഗോഡ് പെഡലേഴ്സ് എന്നുള്ള പേരിൽ ഒരു ക്ലബ്ബ് കാസർഗോഡ് ഫൗണ്ട് ചെയ്തു. എന്നിട്ട് അതിപ്പോ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് കാസർഗോഡ് ഒരുപാട് ക്ലബ്സ് തുടങ്ങാലോ. ഈ സൈക്ലിംഗ് എന്നുള്ള ഫീൽഡിൽ എന്തുകൊണ്ട് താങ്കൾ ചൂസ് ചെയ്തു? ഒരു ക്ലബ്ബ് ഫോർമാറ്റിലേക്ക് എന്തുകൊണ്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തു? സൈക്ലിംഗ് ക്ലബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിൽ അപ്പൊ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് സൈക്ലിംഗ് രംഗത്ത് അങ്ങനെ പല മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള സൈക്ലിസ്റ്റുകൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിലും ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഒരു പ്രോഗ്രാമിന് കിട്ടണമെങ്കിൽ ഇൻഡിവിജ്വൽ വിളിക്കണമായിരുന്നു നമുക്ക്. അതെ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ അത്യാവശ്യം കുറച്ച് വർഷം മുമ്പ് ആക്റ്റീവായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ ആ സമയത്ത് മറ്റു പല ജില്ലകളിലും വളരെ ആക്റ്റീവായിട്ടുള്ള സൈക്ലിംഗ് ക്ലബ്ബുകൾ, പിന്നെ ഓരോ ഇവന്റുകളൊക്കെ നടക്കുന്ന ചാനലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് എനിക്കൊരു 13 കിലോമീറ്റർ എന്റെ വീട് അമ്പലത്തിലാണ്, 13 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഒന്ന് ബൈക്ക് എടുത്ത് സ്ഥിരം പോകുന്ന സൈക്കിള് ചൂസ് ചെയ്തുവിടാന്നുള്ള ചിന്തയുടെ പുറത്ത് ഞാൻ എറണാകുളത്തുള്ള നമ്മുടെ സുഹൃത്ത് അഖിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുണ്ട്. അഖിൽ അടിപൊളി സൈക്ലിസ്റ്റ് ആണ്. ഇപ്പൊ സിംഗിൾ വീല് റൈഡ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്താ ഒരു പേരുണ്ടല്ലോ, സിംഗിൾ വീല് മോണോ സൈക്കിളോ അങ്ങനെ എന്തൊരു പേരുണ്ട്. ഞാൻ സംസാരിക്കുന്ന ആൾ അതിനേക്കാളും വലിയ പുലിയാണ്. ഓക്കെ, പിന്നെ അഖിലിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഉല്ലാസേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആളുകളെ കോണ്ടാക്ട് ചെയ്യും. അതിന്റെ പുറത്ത് ഞാൻ സൈക്കിൾ വാങ്ങിക്കും. പിന്നെ അത് ഞാൻ പിന്നെ ഓഫീസിലേക്ക് ദിവസം ഒരു 26 കിലോമീറ്റർ എല്ലാ ദിവസവും ചവിട്ടുക എന്നുള്ള റൊട്ടീൻ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഓഫീസ്
വീട് സൈക്കിളിലായിരുന്നു. അതെ. അപ്പൊ അത് മനോരമയിൽ നമ്മുടെ സുഹൃത്ത് ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരി കുമ്പളാന്നുണ്ട്. അപ്പൊ ഹരിയേട്ടൻ നല്ല രീതിയിൽ അത് മനോരമയിൽ വാർത്ത ചെയ്തു. അതിനുശേഷം മനോരമ യുവയിൽ നല്ല രീതിയിൽ അതിന്റെ ഓൾ എഡിഷനിലടക്കം വരുന്നത് യുവയിൽ വന്നു. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ അടിയിൽ എന്റെ നമ്പർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചു. സൈക്കിൾ ഉള്ള ആളുകളൊന്നുമല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാസർഗോഡ് ജില്ലയില. അപ്പൊ അവർക്ക് ഒരു കച്ചിത്തിരും എല്ലാവരുടെ മനസ്സിലുണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ വിളിച്ചതിൽ എനിക്ക് ഈ പാക്കത്തുള്ള ശ്രീകാന്തേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ശ്രീകാന്തേട്ടൻ അതുപോലെ ഒരു തൃക്കരിപ്പൂരുള്ള ഇംതിയാസ് ഖാൻ എന്നുണ്ട്. അദ്ദേഹമൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ രണ്ടുപേരും ഞാൻ വിളിച്ചാൽ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഈ രണ്ടുപേരാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആര്യ, നമ്മുടെ ഫിലിം ആക്ടർ ആര്യയുടെ കസിനാണ് ഈ ഇംതിയാസ് അഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരുപാട് പിന്നെ റൈഡുകളൊക്കെ 400-500 കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്ത് എക്സ്പീരിയൻസ് റൈഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്ന് ആ ഒരു വാർത്ത വന്നതിന് ശേഷം എനിക്ക് അറിയാൻ വേണ്ടി പറ്റി. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടിയൊരു ഊർജം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ പുറത്ത് നമ്മൾ എന്ത് പേര് നമ്മൾ അത് കണ്ടെത്തണം എന്ന് അങ്ങനെ ചർച്ചകൾ ചെയ്ത് അവസാനം അത് കാസർഗോഡ് ബേർഡ്ലേഴ്സ് എന്നുള്ള പേരിൽ ആയി. അതിനുശേഷം ആ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. പിന്നെ നല്ലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള കമ്മിറ്റിയുടെ ഒക്കെ ബലത്തിന്റെ പുറത്ത് ഒരുപാട് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണെങ്കിലും ജില്ലാ പോലീസിന്റെ ഭാഗമായിട്ടാണെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടാണെങ്കിലും കേരളത്തിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഇവന്റുകൾ നമുക്ക് അതിന്റെ പുറത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനിയും എനിക്ക് തോന്നുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കഴിഞ്ഞ ഡയബറ്റീസ് ഡേക്ക് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് സൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ കലോത്സവത്തിന്റെ സമയത്ത് നല്ല റൈഡ് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റി. അപ്പൊ സൈക്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുസേനെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല. നമ്മള് എന്റെ ഒരു സുഹൃത്ത് പേരെന്തായിരുന്നു നമ്മുടെ മുസാദിഖ് കേൾക്കുന്നുണ്ട്, സോറി പെട്ടെന്ന് പറഞ്ഞതാണ്. മുസാദിഖ് അവൻ വേൾഡ് റെക്കോർഡൊക്കെ ഈ ബ്രെയിൻ സൈക്കിൾ എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് വേൾഡ് റെക്കോർഡൊക്കെ ഇട്ട ഒരു സുഹൃത്താണ് മുസാദിഖ് എന്ന് പറഞ്ഞാല്. അവൻ നമ്മുടെ CUK ഒരു പ്രോഗ്രാമില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് ആ സൈക്കിള് ഈ ബ്രെയിൻ സൈക്കിൾ ട്രൈ ചെയ്തിട്ടുള്ള ഓരോ ആളുകളും അത് വിജയിച്ചായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ നമ്മുടെ പ്രിയങ്കരൻ മൂസ അതാണ് പറഞ്ഞത്, ഈ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടില്ല ബാക്കി മേഖലകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം. ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പണ്ട് ആർക്കും പറ്റാത്തൊരു കാര്യം നമ്മുടെ മുസാദിക്ക് ബ്രെയിൻ സൈക്കിളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് ഭയങ്കര അഭിമാനമാണ്. നമ്മളൊന്നും ഇതിനെ തലകുത്തി പറഞ്ഞാലും പറ്റാത്ത ഒരു കാര്യം നമ്മുടെ മുസ സ്വന്തം അനിയന്മാരാണ് ഇവർക്ക്. അത് നമുക്കൊരു ദിവസം എന്നെ കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബ്രെയിൻ സൈക്കിളിൽ ഒരു ചലഞ്ച് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ബേർഡ്ലേഴ്സിന്റെയും നമ്മുടെ ഫെയർ പ്ലേസിന്റെ നേതൃത്വത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ബാക്കി എല്ലാവരും കാസർഗോഡ് ബേർഡ്ലേഴ്സിന്റെ കൂടി പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും നോക്കാം. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഫയർ പ്ലേസിന്റെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ ഭാവിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ജോലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബ്രെയിൻ സൈക്കിളിനെ പറ്റി നമുക്ക് ഒരു സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരുപാട് ആൾക്കാർക്ക് ക്യൂരിയസ് ആണ്, എന്താണ് ബ്രെയിൻ സൈക്കിൾ, എങ്ങനെ ഓടിക്കുക, പഠിക്കുക, ബ്രെയിൻ സൈക്കിൾ എന്താ, ബാക്കോട്ട് കാണാൻ ചവിട്ടാന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും നമുക്കൊരു സെഷൻ വെക്കണം കേട്ടോ. നമ്മുടെ ഒരു എന്താണ് ഫണ്ട് റേസിംഗ് എന്നുള്ള തരത്തിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താണ്. പക്ഷെ ഒരുപാട് ഒരുപാട് ലെവലിൽ ഭയങ്കര റീച്ച് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മള് കാസർഗോഡ് ബേർഡ്ലേഴ്സ് എന്നാണ് എങ്ങനെ വന്ന് ബ്രെയിൻ സൈക്കിളിലൂടെ വന്ന് എന്നെ തള്ളാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഇപ്പോ കാസർഗോഡ് ബേർഡ്ലേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എയിമായിട്ട് കാണുന്നത് കാസർഗോഡ് ബേർഡ്ലേഴ്സ് ക്ലബിന്റെ അതാണ് സൈക്ലിംഗ് സംസ്കാരം. ഇപ്പൊ എനിക്കൊന്ന് നമ്മുടെ കാസർഗോഡിൽ കുറച്ച് അപരിചിതമായിരുന്നു ഈ സൈക്ലിംഗ്. തീർച്ചയായിട്ടും ഇവിടെ കാറും ബൈക്കും ഒരുപാട് കൂടുതൽ. എനിക്ക് തോന്നുന്നു പത്രങ്ങളിലൊക്കെ ചാനലുകളിലൊക്കെ ഉള്ള സംഭവമാണ്. ഇന്ത്യയിലെ ഏത് വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിലും ലക്ഷറീസ് വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിലും അത് കാസർഗോഡ് ജില്ലയിലാണ്. അത് ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാസർഗോഡിന്റെ കൾച്ചറിൽ നിന്ന് സൈക്ലിങ്ങിലേക്ക് ആളുകളെ പരമാവധി എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇതിന്റെ ഒരു പ്രധാന ഇന്ത്യൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്, അതായിരുന്നു ഇതിനെ ക്ലബാക്കി മാറ്റിയിട്ട് ബാക്കി ചെയ്യാൻ ഇപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓരോ ദിവസം ഈ സൈക്ലിങ്ങിലേക്ക് ആളുകൾ
നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഈ ലോക്ക്ഡൌണിലൊക്കെ ഒരുപാട് ആളുകൾ സൈക്ലിങ്ങിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ അതിൽ എക്സ്പേർട്സ് ഒന്നും പറയുന്നതല്ല, പക്ഷെ നമ്മൾ ആ ടീമിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇടയിൽ നിന്നുള്ള എക്സ്പേർട്സ് ഒരുപാട് നല്ല നല്ല അതായത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇച്ചിരിയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ സാധനം പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് തുടങ്ങാം. ബിഗിനർ ആണ്. അതെ, തീർച്ചയായും ബിഗിനേഴ്സിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള റൈഡേഴ്സ് നമ്മുടെ പെഡലേഴ്സിൽ ഉണ്ടെന്ന് പറയും. അവരെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് കാസർഗോഡ് പെഡലേഴ്സിനെ മാറ്റിവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ സൈക്ലിംഗ് വർക്ക്ഷോപ്പിൽ സൈക്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സൈക്കിളുകളുണ്ട്, റോഡ് ബൈക്ക്, MTB, ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞുള്ള പല തരത്തിലുള്ള സൈക്കിളുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും എന്താണ് അതെന്ന് പ്ലാറ്റ്ഫോം നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ കുട്ടികൾക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സൈക്കിളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബൈസിക്കിൾ മേയർ എന്ന് പറയുന്നത്. അപ്പം കാസർഗോഡിന്റെ ബൈസിക്കിൾ മേയർ ആണോ? അല്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ അതിന് ബൈസിക്കിൾ മേയർ ഉണ്ടോ കാസർഗോഡിന്? ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഒരാളെ പൊക്കിക്കൊണ്ടുവരാൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ഇപ്പം ക്ലബിൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിനപ്പുറം നമ്മുടെ വളർന്നു വരുന്ന നമ്മള് വലിയ വയസ്സന്മാരായി എന്നല്ല ഉദ്ദേശിച്ചത്, കുട്ടികൾ ഇപ്പോൾ സ്കൂൾ ഗെയിംസിലടക്കം നമുക്ക് സൈക്ലിംഗ് ഒരു ഇവന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ എനിക്കറിയില്ല, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലൊക്കെ വളരെ അപൂർവമാണ് ഈ ഗെയിംസിലൊക്കെ സൈക്ലിങ്ങിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൈക്ലിസ്റ്റ് എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം. ഈ പറയുന്ന നമുക്കാർക്കും ഈ പറയുന്ന ഞാനിപ്പോൾ കാസർഗോഡ് പിള്ളേഴ്സിന്റെ സന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ആണ്, പക്ഷെ ആ ഒരു നമ്മുടെ ലേബൽ വെച്ചുകൊണ്ട് നമുക്ക് എവിടെയും അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പൊ ഇല്ല. ഈ പറയുന്ന ഒരു ബൈസിക്കിൾ മേയർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരുപാട് ആളുകൾ മുമ്പ് പറഞ്ഞതാണ്, നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യണം. നിങ്ങളാണ് തുടങ്ങിയത്, ആ ഒരു ന്യൂസിൽ നിന്നാണ് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയത്. തീർച്ചയായും അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ആൾക്ക്, പക്ഷെ ആ രീതിയിലേക്ക് നമ്മൾ പോയിട്ടാന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ, അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഫെസിലിറ്റേഷൻ അങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ചെയ്ത് അത് നടക്കുന്നുണ്ട് സ്മൂത്ത് ആയിട്ട്. അതെ, അതിനൊരു റെക്കഗ്നീഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ്. പിന്നെ ഇതേപോലെ നമ്മളിപ്പം ഒരു നാട്ടിൽ കാസർഗോഡ് പെഡലേഴ്സ് പറഞ്ഞിട്ട് ഒരു സൈക്കിൾ ക്ലബ്ബ് ഇനിഷ്യേറ്റ് ചെയ്തു. അപ്പൊ ആ ഇനിഷ്യേറ്റീവിന് ഇപ്പൊ ലൈക്ക് കാസർഗോഡ് ഒരു സൈക്ലിംഗ് ഫ്രണ്ട്ലി ആവണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ വരേണ്ടതുണ്ട്? ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെല്ലാം ലൈക്ക് ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എന്തിന്റെ ഭാഗത്തുനിന്നായാലും ഈ സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കാസർഗോഡ് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം എവിടെയൊക്കെ വരേണ്ടതുണ്ട്? അത് നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോ നമുക്ക് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഈ പറയുന്ന ഹില്ലി ഏരിയാസ് ഒക്കെ ഉള്ളത് കൂടുതലാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാറുകളും ബൈക്കൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് ഓഫീസിലേക്കൊക്കെ സൈക്കിളിൽ തന്നെ പോകുന്ന ഒരു ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടി സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ എനിക്കൊന്ന് നമ്മൾ നമ്മുടെ തൃക്കരിപ്പൂര് നമ്മുടെ സ്കൂൾ ഏതായിരുന്നു പറഞ്ഞത്? അവിടെയുള്ള നമ്മുടെ പിലിക്കോടല്ല, സോറി ഞാൻ അതെന്റെ വായിൽ വരുന്നുണ്ട് പെട്ടെന്ന്. ആ സ്കൂളിലടക്കം ഏറ്റവും എനിക്കൊന്ന് ഏഷ്യയിലെ ഉദിനൂർ സ്കൂളിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിള് ഡെയിലി കമ്മ്യൂണിറ്റി വേണ്ടി ഉപയോഗിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഉദിനൂരാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് മിക്ക സ്കൂളുകളിലെയും മാറ്റുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പരമാവധി ആ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സൈക്ലിംഗ് ട്രാക്കുകൾ കാലിക്കറ്റ് ഇപ്പൊ സൈക്കിൾ ട്രാക്ക് ഉണ്ട്, ഒരു 5 കിലോമീറ്റർ ബീച്ചിന്റെ സൈഡിലൂടെ. അപ്പൊ നിലവിൽ തീരദേശ പാതയിൽ ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ ആ സൈക്കിൾ ട്രാക്ക് അവര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് വരാനില്ല. പിന്നെ നമ്മുടെ റോഡ് വികസനത്തിനോടൊപ്പം ഈ പറയുന്ന സൈക്കിൾ ട്രാക്ക് കൂടി വരികയാണെങ്കിൽ സുഖമായിട്ട് സൈക്കിൾ യാത്രകൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും. അതിന്റെ ഇമ്പോർട്ടൻസ് ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇനി കുറച്ച് ചില്ലായില്ല ഇപ്പൊ ലൈക്ക് സൈക്കിളിനെ പറ്റിയിട്ട് ലൈക്ക് കാസർഗോഡ് പെഡലേഴ്സ്, കാരണം ഞാനിപ്പോ കാസർഗോഡ് വന്നിട്ട് കാസർഗോഡ് പെഡലേഴ്സിനെ പറ്റി അറിഞ്ഞ് അവരുടെ എത്രത്തോളം ഫ്രണ്ട്ലി ആണുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൗഡാണ് അതിനെ പാർട്ടാൻ പറ്റുന്നത്. എന്തെങ്കിലും ഇപ്പൊ ബ്രെയിൻ സൈക്കിൾ ആയാലും അതിന്റെ ഒരു പാർട്ടാൻ പറ്റുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി
ഇച്ചിരി ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കുറച്ചും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലൈക്ക് ഈ ഇവിടെ ലോക്ക്ഡൌണ് നമ്മുടെ എന്താണ് കോവിഡ് കാരണം ലോക്ക്ഡൌൺ വന്ന് ആൾക്കാർ മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള സമയമായിരുന്നു. ഈ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സൂയിസൈഡ് ന്യൂസസ് ഒരുപാട് ന്യൂസസ് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കൂട്ടുകാരന് ഇവിടെയുള്ള ഒരു കൂട്ടുകാരന് ഇതേപോലെ സൂയിസൈഡ് ചെയ്തു. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ യൂത്തിന്റെ ഇടയിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ലൈക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള സമയമാണ്, ലൈക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ യൂത്ത് ഇങ്ങനെ ടെൻഡൻസി കൂടി വരുന്നത്? എവിടെയാണ് ആ പ്രോബ്ലം? എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ നേരത്തെ സൂചിപ്പിച്ചാല് ഫ്രണ്ട്സ് സർക്കിള് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ഓരോ ദിവസവും കിട്ടുന്ന നമുക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം വലുതായത് കൊണ്ട് തന്നെ പിന്നെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നേരിടുന്ന ഷോക്കുകളൊക്കെ വളരെ വലുതാണ്. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 5ഓളം ആളുകൾ, 5 പേര് ഈ പറയുന്ന 5 പേര് ഈ പറയുന്ന ലോക്ക്ഡൌൺ പീരീഡിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക. പിന്നെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും പിന്നെ ഈ നമുക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ മിക്ക ആളുകളും കൺസിഡർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അപ്പൊ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് പോലും പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ നമ്പർ വാങ്ങിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ബന്ധം അവരിലൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിച്ച് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പിന്നെ ഒരുപാട് ആളുകൾ അത് എണ്ണാൽ തീരാത്തത്ര ആളുകൾ ആ രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ എന്ത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിലും കൂടി ചില സമയത്ത് നമ്മൾ പോലും സ്റ്റെക്കായി പോകുന്ന ഒരു അവസ്ഥ. വളരെ അടുത്ത സുഹൃത്തുക്കൾ നമുക്കൊക്കെ പറയുന്ന നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥ. അത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവത്തിൽ ലൈക്ക് എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായാലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞില്ല, ആ പോയിന്റ് എവിടെയാണ്? നമുക്കറിയാം ഈ ഞാനിപ്പോ മനസ്സിലാക്കി ആത്മഹത്യ ചെയ്ത ആളുകളൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ ഭയങ്കര സന്തോഷവാന്മാരായിട്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സുശാന്ത് സിംഗ് മരിച്ച സമയത്ത് നമ്മൾ എന്താണ് പ്ലസന്റ് ആയിട്ടുള്ള ആളെ കണ്ടിട്ടുള്ളൂ, ശേഷമാണ് ഒരു മാസം വിഷാദ രോഗിയായിരുന്നു നമ്മൾ ന്യൂസ് കേൾക്കുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇവരുടെ ഉള്ളില് ഈ പറഞ്ഞ എന്തെങ്കിലും ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ, ചെറിയ ചെറിയ ഇഷ്യൂസ് കൂടി വന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുറച്ച് വലിയൊരു എന്തെങ്കിലും കാര്യങ്ങൾ അവര് ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് ഈ പറയുന്ന പെട്ടെന്ന് അത് ആ 2 സെക്കൻഡ് ആ 2 മിനിറ്റ് അവർ കഴിഞ്ഞാല് പിന്നെ അത് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നിക്കോളുന്നില്ല. ആ ഒരു ടൈമിലാണ് ഇവര് ഇത് സംഭവിക്കുന്നതാണ്. എത്ര പേരാന്നറിയാം. എന്താ പറയാ ഇവർക്ക് എന്താ ഒന്ന് ഈ പറയുന്ന ഷെയർ ചെയ്യാൻ ആളുകളില്ലാത്ത ഞാൻ പറയാം കേൾക്കാൻ ഒരാളെ ഈ കാലത്ത് കിട്ടാന്നുള്ളത് വലിയൊരു കാര്യമാണ്. എല്ലാ സ്വാർത്ഥന്മാരായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ ഈ പറയുന്ന കൂടുതലുള്ള ആളുകൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. അവരൊരു ഘട്ടം വരുന്ന സമയത്താണ് മിക്ക ആളുകളും. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ നമുക്ക് ഈ ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, കൂടുതൽ ആളുകളായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിപ്പോ സോഷ്യൽ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ എന്റെ അനുഭവത്തിന് മനസ്സിലായത്. പലപ്പോഴും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അത് ഷെയർ ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ ആ റിസർവ്ഡ് ആയിട്ട് കഴിയുന്ന ഒരു സർക്കിൾ ആകുന്നുണ്ട്. അവര് മാത്രമാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് ഫുള്ള് തകരുന്ന ഒരു അവസ്ഥയാണ്. ലൈക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഇങ്ങനെ കിട്ടി അതിനെ റിലീസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് അത് പൊട്ടുന്നത്. നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കിൾ ഉണ്ട്, അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മള് ചെറുപ്പത്തിലേ നമ്മള് പിന്നെ അത് നമ്മളിപ്പോ ചിലപ്പോ പാരന്റിങ്ങിന്റെ പ്രശ്നമായിരിക്കും. അത് പാരന്റിങ് അതില് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പക്ഷെ പാരന്റിങ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മള് പിന്നെ അയ്യോ എന്റെ നമ്മള് നിരുത്സാഹപ്പെട്ട കാര്യമില്ല. നമ്മളൊക്കെ ചിലപ്പോ ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മോശമായ പാരന്റിങ്ങിലൂടെ നമ്മള് സ്കൂള് വീട് എന്നൊരു ചിന്താഗതിയിൽ വളർത്തിയ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ. പക്ഷെ നമ്മള് ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നമ്മള് സുഹൃത്തുക്കളും വേണം എന്നുള്ള തരത്തിലേക്ക് വന്നാല് പലപ്പോഴും ഞാൻ ഒരു മുമ്പ് കണ്ട ഒരു ഇതാണ്, അവൻ നല്ല ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു പയ്യനാണ്. അവന്റെ വണ്ടി ടൗണിൽ പോകുന്ന സമയത്ത് ചെറിയൊരു കലിങ്കിന് വരച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് ആളുകൾ കൂടുന്ന സമയത്ത്
വണ്ടി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ സമയത്ത് വിറച്ചിട്ട് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ പയ്യൻ നിൽക്കുന്നത്. ഒരു പക്ഷെ അവൻ ആളുകളൊക്കെ ആയിട്ട് മിങ്കിള് ചെയ്യുന്ന മുമ്പൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവനത് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ വിറക്കേണ്ടത് ചെറിയൊരു സ്ക്രാച്ച് ഒന്നും ചെറിയൊരു കാര്യം പോലും താങ്ങാൻ പറ്റാത്ത ഇങ്ങനെ സ്മൂത്ത് ആയി പോകുമ്പോ ഇങ്ങനെ ഒരു ഷെയ്ക്ക് അത് താങ്ങാൻ പറ്റാത്തതാണ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പലരുടെ ഒരു അവസ്ഥ അതായിരിക്കും. അപ്പം അതൊരു പ്രധാനമാണ്. ലൈക്ക് അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പം പാരന്റിംഗിൽ ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ജനറേഷനെ ലൈക്ക് നമ്മുടെ മക്കളെ നോക്കേണ്ടത് നമ്മളാണ്, പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ നോക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അങ്ങനെയുള്ള ലൈക്ക് ആരെങ്കിലും സഫർ ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് അവരോട് സ്പീക്കപ്പ് ചെയ്യാൻ പറയാം. ഷെയറിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഷെയറിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോ അടുത്തൊരു പോസിറ്റീവ് ഉണ്ട് ലൈക്ക് സൂയിസൈഡ് ഒരാൾ സൂയിസൈഡ് ചെയ്യാന്നുള്ളതിന്റെ അതിന് ഉത്തരവാദി നമ്മളിൽ ഓരോരുത്തരും ഉള്ളത്. അവനല്ല അതിന്റെ ഉത്തരവാദി. ആ സൂയിസൈഡ് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരാണ് ഉള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ അവന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് സമൂഹമാണെന്ന് പറയുന്ന ഒരു ഇതാണ്. ആ ഒരു പോയിന്റിലേക്കാണ് അത് അവസാനം എത്തിച്ചേരുന്നത്. ഒരിക്കലും നമുക്ക് അവരെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞോ അറിയാതെ നമ്മള് അതിന്റെ ഒരു പാർട്ടായിട്ടുണ്ട് എന്നുള്ളത്. അതെ, നമ്മൾ ആരുടെ ഈ സൂയിസൈഡ് ചെയ്ത ഓരോ ആളുകളുടെ പിന്നെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ അതില് ഒന്ന് അവർ സ്പ്ലിറ്റപ്പ് ചെയ്ത് നോക്കിയാൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡന്റ് നമുക്ക് ചിലപ്പോൾ ഇടപെടാൻ പറ്റുമായിരുന്ന ഇൻസിഡന്റുകൾ അങ്ങനെയൊക്കെയുള്ള അവർ അങ്ങനെ ആക്കി മാറ്റിയതിന്റെ കാരണക്കാരൊക്കെ ഒരാൾ ചിലപ്പോൾ നമ്മളും ആയിരിക്കാം. അതൊക്കെ ഭയങ്കര ഇലാബറേറ്റ് എന്താ പറയാ ഡീപ്പ് ഡെപ്തിൽ പോകേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ ഭയങ്കര ചിലപ്പോൾ നമ്മളടക്കം ഈ പറയുന്ന അതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ചിലപ്പോൾ നമുക്ക് ഭയങ്കര നമ്മളടക്കം ഡൗൺ ആയി പോകാൻ ചിലപ്പോൾ അത് ഇതാവുന്നില്ല. അപ്പം അത് ഒരു ലൈക്ക് ഇതിന്റെ ഒരു മോറൽ എന്നുള്ള നിലക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്, അങ്ങനെയുള്ള ആൾക്കാരോട് സ്പീക്കപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണത്. അത് നമ്മൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിനുശേഷം അയ്യട എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അതിലല്ല കാര്യം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് സ്പീക്കപ്പ് ചെയ്യാം എന്നുള്ള അതിനെന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെ, അവര് ഈ പറയുന്ന ഈ സമയം കടന്നു പോകും. അല്ല, നമ്മളൊക്കെ പറയുന്ന കാര്യമാണ് ഈ സമയം കടന്നു പോകുന്നുള്ള. നമ്മൾ എത്ര ഡെസ്പ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണ പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഈ സമയം കടന്നു പോകുന്നു പറയുകയാണെങ്കിൽ സ്വാഭാവിക ഉറപ്പായിട്ടും നമുക്കത് ഒന്നും എൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതിനുശേഷം ലൈക്ക് ഒരു ഇതുണ്ടെങ്കിൽ അതിന് ശേഷം നല്ലത് വരാനുണ്ട്. അതെ, അതാണ്. പിന്നെ ഇതേപോലെ ലൈക്ക് ഇതിപ്പോ ചോദിക്കാൻ കാരണം ഇതേ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. ലൈക്ക് ഇപ്പൊ ഇനി വേറൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മുടെ 2018 ഫ്ലഡ് വന്ന സമയത്ത് നമുക്ക് കനിവോട കാസർഗോഡ് എന്നുള്ള പേരില് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 10-30 ട്രക്കോളം സാധനങ്ങൾ ഇവിടുത്തെ റിലീഫിൽ കളക്ട് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റി. അപ്പം എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ലൈക്ക് അതായത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ടൈം കഴിഞ്ഞിട്ട് അവിടെ റെസ്പോണ്ട് ചെയ്തൊരു കാര്യമല്ല, ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കനിവോട കാസർഗോഡ് എത്രമാത്രം അക്കാര്യത്തിൽ വിജയിച്ചു, അതിനുള്ള ഒരു മോട്ടീവ്, അതിനുള്ളൊരു ആ ഒരു സ്പാർക്ക് എന്തായിരുന്നു? നമ്മള് 2018 പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ, ആ കനിവോട കാസർഗോഡ് നിങ്ങളുടെ റോൾ എന്തായിരുന്നു നിങ്ങൾ വായിച്ചിട്ടുള്ള? ഓക്കെ, അപ്പൊ 2018 പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കാസർഗോഡ് ജില്ല ഒഴികെ ബാക്കിയുള്ള ജില്ലകളൊക്കെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത. ഞാൻ കാസർഗോഡായിരുന്നു ആ സമയത്ത്. എന്റെ വീട് മലപ്പുറമാണ്. എന്റെ നാടൊക്കെ എന്റെ തറവാട് വീടൊക്കെ അതിൽ മുങ്ങിപ്പോയിരുന്നു സത്യത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ചിരിക്കുന്നതല്ല, പക്ഷെ സത്യം ഭയങ്കര ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാതെ ഇരുന്ന ആളുകൾ നമ്മൾ. അപ്പൊ എനക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ബാക്കിയുള്ള നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ നോക്കുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയാ അങ്ങനെ ഒരു ആർക്കും ഉറങ്ങാൻ പറ്റാം. നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെടുന്ന സമയത്ത് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മൊത്തത്തിലെ ഒരു ഗ്രൂപ്പുകളൊക്കെ രാത്രി പോലും ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് പെട്ടെന്ന് തോന്നുകയും അതിന്റെ പുറത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആമിയ ഹസീന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമിയ പറഞ്ഞ ചേട്ടാ നമുക്ക് അവള് കാലടിയിലാണ് കാലടിയിലെ സ്റ്റഡി ചെയ്തുകൊണ്ട്. അപ്പൊ ആമിയാണ് പറഞ്ഞത് ചേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ചാണെങ്കിലും ഒരു പിക്കപ്പ് എങ്കിലും സാധനം നമുക്ക് അവർക്ക് റിലീഫ് ക്യാമ്പിലേക്ക് എത്തിക്കണം, അവിടേക്ക് എത്തിക്കണം എന്ന് അവള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കി. അതില് എന്റെ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു.
മെയിനായിട്ട് എൻ്റെ നമ്പർ ഫസ്റ്റ് എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ 1-2 ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തേ ഉള്ളൂ. അത് ഭയങ്കര വൈറലായി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ ഫസ്റ്റ് ഇട്ട മെസ്സേജിന് ശേഷം എൻ്റെ ഫോൺ അത്രയും നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ ഈ സഹായിക്കാൻ അത്രയും നല്ല മനസ്സുള്ള നന്മയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഘട്ടം കൂടെ. ഒരു കോള് വന്ന് അടുത്ത കോള് വെയിറ്റിംഗിലാണ്. ഒരു കോള് വിളിച്ചോണ്ടിരിക്കുന്നത് അടുത്ത കോളാണ്. വീട്ടിൽ ഇത്ര ഡ്രസ്സുകളുണ്ട്, പുതിയ ഡ്രസ്സുകളുണ്ട്, ഉപയോഗിക്കാത്ത ഡ്രസ്സുകളുണ്ട്, അരിയുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം എൻ്റെ കിളി പോകുന്ന ഭയങ്കര രാവിലെ തൊട്ട് രാത്രി 9-10 മണി വരെ ഭയങ്കരമായിട്ട് മെസ്സേജുകളും വിളിയൊക്കെ വരുന്നു. നല്ല മനസ്സില്ല. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ അവസ്ഥ അവര് നല്ലൊരു ഉദ്ദേശം അവരറിയുന്നില്ലല്ലോ നിങ്ങൾക്ക് ഒരുപാട് കോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഓരോ മേഖലകളിലും കളക്ഷൻ പോയിന്റുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ഇപ്പൊ ആ സമയത്ത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ശ്രീനിവാസ് സാറായിരുന്നു പോലീസ് ചീഫ് ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചു. അങ്ങനെ ഒരു 30ഓളം ലോഡ് സാധനങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നമുക്ക് ആ കനിവോട് കാസർഗോഡ് എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളിൽ കാരുണ്യയാത്ര എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, കാരുണ്യയാത്ര എന്ന് പറഞ്ഞാൽ മുമ്പ് എറണാകുളം ആ മേഖലകളിലൊക്കെ ഉണ്ടെങ്കിലും ഈ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു കുട്ടി ഈ പറയുന്ന പോലെ ക്യാൻസർ ബാധിച്ച് ഭയങ്കര അവർക്ക് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു. ആ ചികിത്സാ കമ്മിറ്റിക്ക് ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് 10-20 ലക്ഷം രൂപ മറ്റോ ആ കുട്ടിയുടെ ചെലവിലേക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ന്യൂറോബ്ലാസ്റ്റോമി അങ്ങനെ എന്തായിരുന്നു അസുഖത്തിന്റെ പേര്. അപ്പോൾ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഒരു വഴിയില്ലാതെ കമ്മിറ്റി ഇങ്ങനെ ഇതാക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വെച്ചത്. നമുക്ക് കാരുണ്യയാത്ര എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയ കാസർഗോഡ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാസർഗോഡ് അങ്ങനെ 2 ബസ്സുകാരായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് ലവ്വിംഗ് എന്ന് പറഞ്ഞ ബസ്സും മുഖാംബിക എന്ന 2 ബസ്സും ആ 2ആയിട്ട് സംസാരിച്ച സമയത്ത് അവര് ഓക്കെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഇതില്ല അതിന് മുമ്പ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ കാരുണ്യയാത്ര നടത്തി. മനോരമയിലും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ അവരൊക്കെ നല്ല വാർത്ത കൊടുത്തു. പിന്നെ അതൊരു ഭയങ്കര തരംഗാവുകയാണ്. തരംഗാവുക വെച്ചാൽ എനിക്ക് 45-50 ലക്ഷം രൂപയുടെ അടുത്ത് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക്, ആ ചികിത്സാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അത്രത്തോളം പൈസ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള വിവിധ നാടുകൾ, ഓരോ നാടുകളും പിന്നെ മറ്റ് ബസ്സുകാർ ഇവരൊക്കെ ആ ഒരു വിഷയം ഏറ്റെടുക്കുകയും കാരുണ്യയാത്ര എന്നുള്ള രീതിയിൽ വളരെ സജീവമായിട്ട് 2-3 ആഴ്ചക്കാലം ഭയങ്കരമായിട്ട് ലൈവായിട്ട് നിന്നൊരു വിഷയമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ കുട്ടി മരിച്ചു. കുട്ടി മരിച്ചതിന്റെ 4ാം ചരമവാർഷികമാണ് ഈ പറഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി. എന്തായാലും നമ്മളെ മോനെയും കൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ ഞാൻ ഈ പറയുന്ന പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ പറയുന്ന അതുപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ പറയുന്ന അത്യാവശ്യം ബന്ധങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ആ യൂത്ത് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ മേഖലയിലേക്കും കൂടെ നമുക്ക് ചാരിറ്റി എന്നുള്ള മേഖലയിലേക്കും കൂടെ ഒരു 2-3 വർഷം മുമ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ. അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് കേസ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പെരിയയിലടക്കം 2-3 സ്ഥലങ്ങളിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഒരു നാടൻ പാട്ടിന്റെ ഒരു ടീമുണ്ട് ജനനി. അത്യാവശ്യം നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ്. അതൊരു ക്ലബായിട്ട് അതും സൊസൈറ്റി. അപ്പൊ അങ്ങനെയുള്ള ക്ലബാണ്. ഫോക്ക് സോങ് ആണ്. ഫോക്ക് സോങ് ജനറൽ നാട്ടുകാരോട് പഠന എന്തെന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന വലിയ സ്റ്റേജ് ഒക്കെ വെച്ചിട്ട് കാരുണ്യ സംഗീതം നല്ല രീതിയിൽ നമ്മൾ പരിപാടി വെക്കുകയും അതിന്റെ ഭാഗമായിട്ടും ഒരുപാട് പൈസ ഫണ്ട് പിരിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാം. ആ രീതിയിലൊക്കെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആ സമയങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളിങ്ങനെ മിക്സപ്പ് ചെയ്യുമ്പോഴാണ് ലൈക്ക് ഒരു കാര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സാധനങ്ങൾ അതിന് മിക്സപ്പ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായും. അപ്പൊ അങ്ങനെ ആകുമ്പോ നല്ലൊരു എല്ലാവർക്കും ആളുകൾക്ക് പൈസ എല്ലാവരുടെ ഉള്ളിലൊരു ദയാന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പൊ 10 രൂപ തരുമ്പോ ഇപ്പൊ നമുക്കും ഈ പറഞ്ഞ പാട്ട് പാടുന്ന ആളുകൾക്ക് നമുക്കൊരു ജാഗ്രതയാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റിയ പാട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പാട്ട് പാടുന്നതിലൂടെ നമ്മൾ ആ പരിപാടി വെക്കുന്നു. അപ്പോൾ ആളുകൾ പാട്ട് കേട്ടിട്ട് 5 രൂപ തരുന്നു പ്ലസ് അവരുടെ മനസ്സിൽ നിന്ന് തോന്നിയിട്ട് ഒരു 10 രൂപ തരും. അങ്ങനെയൊക്കെ. അപ്പൊ അതിന് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ആളുകൾ അടക്കം അത് ഇപ്പൊ മൊത്തം ഈ സ്റ്റേജും സൗണ്ടും എല്ലാം അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ നമുക്ക് ആ സമയത്ത് നമുക്കും പെരിയാസ് എന്ന് പറഞ്ഞിട്ട് ആ പെരിയയിലെ ഒരു ടീം അവർ നല്ല ആക്റ്റീവായിട്ട് ആ സമയത്ത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു
ഒറ്റ കാര്യമാണ് ഞാൻ ചോദിച്ചത്, എന്ത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നില്ല. അപ്പൊ എനിക്ക് ഒന്ന് 3-4 കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെ കൂട്ടിയിട്ട് ചെയ്ത് തുടങ്ങുക. ലൈക്ക് ഇപ്പൊ കാസർഗോഡ് മാത്രമായിരുന്നു ആ കാര്യങ്ങളുള്ളത് തുടങ്ങിയത്. പിന്നെ അത് വേറെ സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യുന്നില്ലേ. അപ്പൊ നമ്മള് ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ പിന്നാലെ വന്നോളും. ഒരുപാട് ആൾക്കാർ വന്നല്ലേ, സമയം വരും. ഓക്കെ. പിന്നെ ഇതേപോലെ ഇപ്പൊ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതേപോലെ കൂട്ടത്തില് രജിഷേട്ടന് NSSന്റെ മോട്ടിവേഷണൽ ക്ലാസ്, ലൈക്ക് NSS എന്താണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ലൈക്ക് NSS ഇല്ലാത്ത ആൾക്കാർക്ക് NSSനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. NSSൽ വരുന്ന ആൾക്കാർ എന്ത് വേറെ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് NSSലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ NSS ഉള്ള സംഭവം എന്താണ്? പലർക്കും ക്ലാസ് എടുക്കാൻ പോകുന്ന കാളയോട് ചോദിക്കുകയാണ്. അപ്പൊ NSS പറഞ്ഞാല് നമുക്കറിയാം നാഷണൽ സർവീസ് സ്കീമാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയാം. പിന്നെ കുട്ടികളിൽ അവർ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യക്തിത്വ വികസനം, അതിന്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാല് വ്യക്തിത്വ വികസനം സാമൂഹിക സേവനത്തിലൂടെ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പേഴ്സണാലിറ്റി എന്തായാലും ഡെവലപ്മെന്റ് ആവും എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റാണ് NSS. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ് നമ്മുടെ അതിന്റെ മോട്ടോ എന്ന് തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതലാണ് NSS വരുന്നത് അല്ലെ? +2 തൊട്ടാണ്. ഇതൊക്കെയാണ് സ്കൗട്ടും ഇതൊക്കെ അത്യാവശ്യം നമുക്കിങ്ങനെ എന്താ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഒക്കെ വരുന്നത് ഒരു 10th ആ റേഞ്ചിൽ വരും. ഒരു നോർമൽ ഇട്ട് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അപ്പൊ അതിനുശേഷം ലൈക്ക് നമുക്ക് സോഷ്യൽ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാനുണ്ട് NSS. അപ്പൊ ഞാൻ പറയാം, പിന്നെ ഈ പറയുന്ന ഒരുപാട് ആളുകളെ ഈ സാമൂഹിക സേവന രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിട്ട് ആ കുട്ടികളുടെ അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് NSSന് വലിയ റോളുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും ഞാനത് പറയുന്ന സമയത്ത് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഈ പറഞ്ഞ ആ സമയങ്ങളിൽ NSS ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്ക് ഇപ്പൊ സാധാരണ മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന പോലെ ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ അത് ഒരു അധ്യാപകന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അവിടുത്തെ NSS റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ അവര് ഈ പറയുന്ന മിക്കപ്പോഴും ഈ പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ ആയിരിക്കും NSS ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോകുക. അപ്പൊ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഞാനത് നമ്മൾ ആ ക്യാമ്പുകളിലൊക്കെ അതിന്റെ ഇവാലുവേഷനൊക്കെ അതിനുശേഷം പങ്കെടുത്ത പല ക്യാമ്പുകളും പറഞ്ഞ കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്യാമ്പിൽ വരണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഫസ്റ്റ് NSS നമ്മുടെ NSS ക്യാമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് കിട്ടിയ ഒരു ഊർജം സത്യം പറഞ്ഞാൽ ഈ നാടൻപാട്ട് ടീമൊക്കെ രൂപീകരിക്കാനുണ്ടായ ഒരു ഒരു ഊർജം കിട്ടിയത്, അല്ലെങ്കിൽ ഇറങ്ങാനുള്ള ഒരു ഊർജം കിട്ടിയത് ഇതൊന്ന് കിട്ടിയ സപ്പോർട്ടും. ഓപ്പണായിട്ട് പറയാണ്, പേഴ്സണലായിട്ട് രജിസ്റ്റർ അങ്ങനെയുള്ള ഒരു ലൈക്ക് ഒരു തുടക്കം എന്നുള്ള തരത്തിലുള്ള ഒരു സ്പാർക്ക് തന്നത് തീർച്ചയായും NSSന് ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നത് 6-7 വർഷമായി 8 വർഷമായി മറ്റേ ഡിഗ്രി കഴിഞ്ഞിട്ട് 8-9 വർഷമായി ഡിഗ്രി കഴിഞ്ഞിട്ട്. എന്നിട്ടും ഇപ്പോഴും ഇപ്പൊ ഇല്ല, 2-3 വർഷം മുമ്പ് വരെ അവിടെ സ്ഥിരം ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാനും അവരുടെ NSSന്റെ ക്യാമ്പുകളിലെ ക്ലാസ് എടുക്കാനും പിന്നെ സ്ഥിരം ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഇപ്പോഴും പോവാൻ 2 വർഷം മുമ്പ് വരെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം നമ്മളെത്രത്തോളം നമ്മൾ ഈ പറയുന്ന അതിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു മാതൃകയാണ് NSS. ഞാൻ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ നല്ല നല്ല സർവീസ് ഈ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിലേക്ക് തന്നെ ഉയർന്ന പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം രജിസ്റ്റേട്ടൻ അങ്ങനെ ഒരു ലൈക്ക് അങ്ങനെ ഒരു ചിന്താഗതി വന്നത് NSSലൂടെ എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ പലരിലേക്കും ഇതെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറ്റാവുന്ന തരത്തിൽ ഇപ്പൊ രജിസ്റ്റേട്ടൻ കൊടുക്കാൻ പറ്റുന്ന എന്താണ് NSS എന്നുള്ളത് പലർക്കും പറഞ്ഞു കൊടുക്കലാണ്. യഥാർത്ഥത്തിൽ NSS എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അത്തരത്തിൽ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു NSS മാത്രമല്ല, ഇപ്പം പല ഇപ്പൊ കുടുംബശ്രീ ആയാലും പല വേറെ ലൈക്ക് വേറെ ഇതിലും മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെ ആയിട്ട് പോകാറുണ്ട്, കോളേജസിലേക്കൊക്കെ പോകാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ലൈക്ക് ഇപ്പൊ യൂത്തിന് ഇപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻ വേണം, എന്ത് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കൊടുക്കാറ്? അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറയാറ്. ഈ പറഞ്ഞ ഞാൻ ആ ഒരു വലിയ ആള് അതൊന്നും ഞാൻ ഇവിടെയും പറയില്ല, പക്ഷെ എന്റെ ഒരു ബേസ് ഉണ്ട്. അപ്പൊ പറയുന്നത് നമുക്ക് നമ്മുടെ ഹരിയനുണ്ട്, നമ്മുടെ സീക്കല ഹരിയനുണ്ട്, ശ്രീഹരിയൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇതില് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമുക്ക് മോട്ടിവേഷൻ അത് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വേറെ സെഷനിൽ നമുക്ക് സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ പറഞ്ഞ ഓരോ ക്ലാസ്സിലാണെങ്കിൽ ഏറ്റവും ബാക്ക് വെഞ്ചറായിട്ട്
പഠിക്കാനൊന്നും ഒരു കഴിവില്ലാതെ അങ്ങനെ ഏറ്റവും ബേക്കില് പിറകില് പിന്തള്ളപ്പെട്ട അല്ലെങ്കിൽ നമ്മളത്രേ ഉള്ളൂ എന്നുള്ള ഒരു ബോധ്യം കൊണ്ട് മാറിയുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്ന എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മുടെ കൊയിലോ കൊയിലോയുടെ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് സഫലീകരിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഞാൻ എവിടെ എത്തിയെന്നല്ല പറഞ്ഞു. പക്ഷെ ആ ഒരു എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോധ്യം ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ഒരു മെസ്സേജാണ് സത്യം പറഞ്ഞാൽ മറ്റ് പല കഥകളിലൂടെ അല്ലെങ്കിൽ മറ്റ് പല എക്സ്പീരിയൻസുകളിലൂടെയും പല ഗെയിമുകളിലൂടെ ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ ഇടയിലൊക്കെ നമ്മൾ മോട്ടിവേഷൻ ട്രെയിനിങ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടെ കൊടുക്കുന്ന ലൈക്ക് എന്ത് ഇനീഷ്യേറ്റീവ് എങ്ങനെ ഇനീഷ്യേറ്റീവ്സ് എടുക്കണം, എങ്ങനെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ഒരു അതെ അതൊരു പ്രധാന എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നോക്കി കാണേണ്ടത്, സൊല്യൂഷൻ എങ്ങനെ കാണണം. ഇതൊക്കെ ഇത്ര ഞാനിപ്പോ പലപ്പോഴും ചിന്തിച്ചപ്പോ നമ്മുടെ ഈ പറയുന്ന ജീവിതം അവസാനിപ്പിച്ച ആളുകളൊക്കെ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കഴിവുകൾ അവരുടെ കഴിവുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അവർ അതിനെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താ പറയാ ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ ലോകം അറിയുന്ന ആളുകൾ ഇപ്പോൾ ഓരോ ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത ഒരുപാട് ആളുകളുടെ മുമ്പിലുണ്ട്. ഒരു നല്ല കഴിവുകളുള്ള അത്രയും കഴിവുകളുള്ള ആളുകൾ അവർ നമ്മൾ MSW പഠിക്കുന്നതിൽ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ അത് നമ്മള് ക്ലാസ്സുകളിലൊക്കെ സാധാരണ പറയുന്നതാണ്. നിങ്ങൾ നമ്മുടെ MSW അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അതിനെ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പഠിക്കാൻ പല കുട്ടികളും എൻ്റെ അടുത്ത് നമ്മുടെ അടുത്തൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇതിൽ എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ പലരുടെയും ഈ പറഞ്ഞ ബുദ്ധിശക്തി പറഞ്ഞാൽ പലതരത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ അത് നമുക്ക് ഈ പറഞ്ഞ പഠിക്കാൻ കഴിവില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് നല്ല എന്തെങ്കിലും ഇതുണ്ട്. അപ്പൊ ആ സ്ട്രെങ്ത്തിനെ കൃത്യം മനസ്സിലാക്കിയിട്ട് ഇതാക്കുക. അതേപോലെ തന്നെ ഈ വീക്ക്നെസ് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പഠിക്കാൻ കഴിവില്ല എന്ന് പല കുട്ടികളും പറയുന്നത്. ഇപ്പൊ പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വിഷമത്തിൽ നമ്മൾ ഫുള്ള് ഡൗൺ ആയിട്ട് എന്നാൽ നമ്മുടെ സ്ട്രെങ്ത്തിനും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റാതായി പോകും. അപ്പൊ ഈ വീക്ക്നെസ് എന്താണെന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനെയും കൂടെ നമുക്കൊരു ഒരു ഇതാക്കാൻ വേണ്ടി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതും ആ വീക്ക്നെസ്സിനെയും കൂടെ നമ്മളൊരു സ്ട്രെങ്ത് എന്നുള്ളതിന്റെ ഒരു അസറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന പോലെ സോട്ട് അനാലിസിൽ ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന പോലെ പരമാവധി അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് പറയുന്ന സോഷ്യൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഫയർഫ്ലൈസിൽ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള യൂത്ത് അവരുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നമ്മളെ അടുത്ത് ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓപ്പർച്യൂണിറ്റി ഇതാന്ന് പറയുന്നതിനപ്പുറം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി അതിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റിയാൽ അത് നമ്മുടെ ഒരു ഇമ്പ്രൂവ് എന്താ പറയുക പേഴ്സണലി നമുക്ക് ഭയങ്കര ഗെയിൻ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിന്റെ ആഡ് ഓൺ ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ യൂത്തില് പ്രധാനമായിട്ട് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നത് എനിക്ക് ക്ലാസ്സിൽ വെക്കുന്നതാണ്. യൂത്തിന്റെ ഇടയിൽ ഇപ്പൊ ഉള്ള പ്രധാനമായിട്ടുള്ളൊരു പ്രോബ്ലം എന്താണ് അവരുടെ ഇടയിൽ തന്നെ ലൈക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്രണ്ടിയറിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റീസിന്റെ കുറവാണോ, അവരുടെ സ്ട്രെങ്ത്തിന്റെ കുഴപ്പമാണോ, വീക്ക്നെസിന്റെ കുറവാണോ, എന്താണ് അതില്? ഞാൻ മനസ്സിലാക്കിയിട്ട് പലർക്കും കോൺഫിഡൻസിന്റെ കുറവ് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കോൺഫിഡൻസ് ആണ്, ബട്ട് അതിൽ ഇൻപുട്ട് കൊടുക്കാതെ എനിക്ക് പറ്റൂല എന്ന് ചിന്തിക്കുന്നത് ആവൂല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. എനിക്ക് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയ്യോ അതിനെ കൊണ്ടാവൂല, അത് ധൈര്യത്തിൽ നേരിടാൻ പറ്റാത്തൊരു പ്രശ്നം നമ്മുടെ പലർക്കും ഒരു 95% ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ്. അടിപൊളി, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ?
അപ്പം ഇനി നമുക്ക് ഇതേപോലെ വ്യൂവേഴ്സ് ഒരുപാട് നേരെ കാണുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഹരി ഒന്ന് ചെക്ക് ചെയ്യാം അവിടെ. അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ രേഷുട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തുടക്കം മുതൽ എന്താണ് ഒരുപാട് 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ രജിഷേട്ടനെ പറ്റിയിട്ട് അറിയാനുണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാം. പിന്നെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബോറിംഗ് ആയിരുന്നോ? ഉഷാറായോ? ഈ കമന്റ്സ് ഒക്കെ ഒന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ചായ കുടിക്കായിരുന്നു. രജിഷേട്ടന്റെ ഫോണിൽ നോക്കും. എന്തൊരു ആള് കുറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിലുള്ള ഹോം പേജ് ഹോം കീ ഓഫായ നിസരി ഹായ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹായ് വന്നതില്. അപ്പം എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാം. ഡൗട്ട്സ് ആയിട്ടോ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഏകദേശം ഇന്നത്തെ സെഷന് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സംസാരിച്ചു. ഓഡിയോ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. എനിവേ, അപ്പോ ഇനിയും അടുത്ത വീക്കിൽ നമുക്ക് അടുത്ത ഒരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് വരണം. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് സംസാരിക്കണം ഇതേപോലെ. അപ്പം ഇന്നത്തെ നമ്മുടെ ചില്ല ടോക്കീസ് സീസൺ 1 എപ്പിസോഡ് 4 ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് രതീഷേട്ടനാണ്. ഒരു ഡൗട്ട് ഉണ്ട്, കാസർഗോഡ് പെഡലേഴ്സിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ടെന്ന്? ഓക്കെ, കാസർഗോഡ് പെഡലേഴ്സിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ട്? അത് അങ്ങനെ ഏജ് ലിമിറ്റിൽ നമ്മുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതേപോലെ പരമാവധി ആളുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു പരമാവധി ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുള്ള അതിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കാൻ 18 വയസ്സിന് മുകളിലാണ് നമ്മൾ അതുവരെയുള്ള ആൾക്കാർക്ക് അസോസിയേറ്റ് ചെയ്യാം. ഒരുപാട് കുട്ടികളൊക്കെ പല ഭാഗത്തുള്ള ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ടീമിലുണ്ടല്ലേ? അപ്പം ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് തോന്നുന്നു, ആൻസർ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി എനിത്തിങ്? അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഏകദേശം സമയം ഇനി ഒരു 7 മിനിറ്റൂടെ ലൈവ് എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ക്വസ്റ്റ്യൻ കമന്റ് സെഷനിൽ ഇടുക. ആ കമന്റ് സെഷനിൽ നമുക്ക് ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം എനിവേ, നമ്മൾ ഇന്നത്തെ ചില്ല ടോക്കീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ചില്ല ടോക്കീസ് സീസൺ 1 എപ്പിസോഡ് 4 വിത്ത് രതീഷ് ഏട്ടൻ. എല്ലാവരോടും വന്ന എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ. ഞാൻ ചെയ്യാം.